ബിനിൽ, ചെന്താമരയെ തന്നെയാണോ കണ്ടിട്ടുള്ളത്? ഇക്കാര്യം സ്ഥിരീകരിക്കാറായിട്ടുണ്ടോ? ഇപ്പോ എന്ത് നടപടിയാണ് അവിടെ നടക്കുന്നത്? അഭിലാഷ്, ചെന്താമരയെ തന്നെയാണോ കണ്ടതെന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചെന്താമരയെ പോലെ സംശയമുള്ള ഒരാൾ ഈ ഭാഗത്ത് കണ്ടു. അതാണ് നാട്ടുകാർ ഈ പോലീസിനെ വിവരം അറിയിക്കുകയും ഇവിടെ തെരച്ചിലുകളൊക്കെ തന്നെ തുടരുകയും ചെയ്തിരിക്കുന്നത്. നാട്ടുകാർക്ക് ഈ ചെന്താമരയെ സംബന്ധിച്ച് പല സംശയങ്ങളുണ്ട്. ഈ കാട്ടിനുള്ളിൽ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഇവിടെ നിന്ന് കൂടുതൽ ദൂരം പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നത് തന്നെയാണ് നിഗമനം. അതുകൊണ്ട് ഇന്നലെ രാത്രിയിലും വ്യാപകമായ തെരച്ചിലുണ്ടായിരുന്നു. ഇപ്പോൾ കാടിന് പുറത്തേക്ക് ചെന്താമരയെ പോലെ ഉള്ള ഒരാൾ പുറത്തേക്ക് വരുന്നത് കണ്ടു എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരച്ചിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഓരോരുത്തർ പലരെയും വിളിച്ചു പറയുന്നു. ഇപ്പോൾ ചെന്താമരയെ കണ്ടു എന്ന രീതിയിൽ അങ്ങനെയാണ് ഇവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഏതാണ്ട് ഒരു 50 മീറ്റർ ഉള്ളിലേക്ക് പോലീസ് സംഘം അടക്കം കയറി പോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ കുറ്റിക്കാടുകളൊക്കെ നിറഞ്ഞ പ്രദേശമാണ്, അതിനുള്ളിലേക്കാണ് കയറിപ്പോയിരിക്കുന്നത്. ഇവിടെയും കുറച്ചധികം പേർ ഈ പ്രദേശവാസികളൊക്കെ തന്നെയുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിക്കാം, ഇത് എങ്ങനെയാണ് ഈ വിവരം നിങ്ങൾക്ക് കിട്ടുന്നത്? ഇങ്ങനെ പലരും പറഞ്ഞു കേൾക്കുന്നതാണ് ഈ വിവരം? അതെ, ഞങ്ങള് വീട്ടിലിരിക്കുമ്പോ അങ്ങനെ പറഞ്ഞു കേട്ടു, സൗണ്ട് കേട്ടു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി വന്നാണ് നോക്കാൻ. എവിടത്തെയാണ്? ഞാൻ ഇവിടെ തൊട്ടടുത്ത പോലെയാണ്. അപ്പോഴേക്കും ഒരു മെസ്സേജ് വന്നു, ഇവർ ഓടി വന്നിട്ട് വേറൊരാൾ വന്ന് പറഞ്ഞു ഇത് അതിൽ ഓടിപ്പോയി. പക്ഷെ ആരാ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ചോദിച്ചു. അപ്പോൾ ഒരു വ്യക്തതയില്ല, അതിലൊരു വ്യക്തതയില്ല. വ്യക്തത ഉണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് മൊബൈലുണ്ട്. ഒന്ന് മെല്ലെ സംസാരിച്ചിട്ട് ഇതിലങ്ങോട്ട് പോയി എന്നൊന്ന് പറഞ്ഞുകൂടെ? അപ്പം നമുക്ക് പിടിക്കാമല്ലോ, വേറെ ആരും വേണ്ട. പക്ഷെ അതിലങ്ങോട്ട് കടന്നുപോയി എന്ന് മാത്രം പറഞ്ഞുള്ളൂ. ഞങ്ങളിപ്പോൾ അതിലൊക്കെ പോയി അരിച്ചു പെറുക്കി. അവിടെ ഒന്നുമില്ല. അതായത് ഇപ്പൊ ഈ സംശയിക്കുന്ന ഭാഗത്ത് ഇപ്പൊ കണ്ടെത്തിയിട്ടില്ല, ഒരു സംശയം മാത്രമേ ഉള്ളൂ. പക്ഷെ ചിലപ്പോൾ കടന്നിട്ടുണ്ടാകാം, അത് ഞാൻ പറയാം, നമുക്കൊരു നിശ്ചയമില്ല. ഇപ്പൊ ഈ പോത്തുണ്ടിലെ ഈ ചെന്താമരയുടെ വീടിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടൊക്കെ കടന്നു വരാൻ പറ്റും? ഓ, ധാരാളം പറ്റും, എങ്ങനെ വേണമെങ്കിലും ആൾക്ക് വരാം. പക്ഷെ ഇവിടെ കടന്നുപോയി എന്നുള്ള ഒരു വിഷയം കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരെയും ആ പിള്ളേരൊക്കെ അവിടെ പോയിട്ടുണ്ട്, ഇവിടെ തിരയാൻ പോയിട്ടുണ്ട്. കുറ്റിക്കാടാണ് അവിടെ ഒരു കുറ്റിക്കാട്, അപ്പുറത്തൊരു പിന്നെ മർദ്ദാനം ചെയ്യുന്ന ഒരു ഇതും മസാനമാരിയുണ്ട്, ഒരു റബ്ബർ കാടുമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അതിലും കൂടി വരാം, ഒരു കോഴി ഫോമുണ്ട്, അതിലൊക്കെ വരാം. പക്ഷെ പുള്ളിക്ക് നമുക്കൊരു വളഞ്ഞാൽ എവിടേക്ക് പോകാൻ പറ്റാത്ത ഒരു സ്ഥലമാണ്. പിന്നെ എങ്ങനെ പോയി എന്നറിയില്ല, ഒരു സംശയമാണ് ഇപ്പോഴും പറയുന്നത്. പക്ഷെ അങ്ങനെ ആര് പറഞ്ഞാലും ആരെങ്കിലും കണ്ടാൽ വിടുകയില്ല, അത്രയ്ക്ക് എല്ലാവർക്കും ഇവിടേക്കുള്ളവർക്ക് വരികയുള്ളൂ. ഈ ചെന്താമര നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടാലറിയാം? കണ്ടാൽ അത് എനിക്കറിയില്ല. ഇപ്പോൾ TV കണ്ടാൽ അറിയാം, ഈ പിള്ളേർക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ അടുത്ത് മൊബൈലുണ്ടല്ലോ. അപ്പോൾ കണ്ട ആൾക്കറിയാം. അതാണ് ഈ സംഭവം. നമുക്ക് പോസ്റ്റ് കൊടുക്കണം, അവനെ കിട്ടണം, അതാണ് ഞാൻ പറയുന്നത്. അവനെ കിട്ടണം, അവൻ എന്തെങ്കിലും ചെയ്യണം അവന്, അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഒരു അവസരം കൊണ്ട് പറയില്ല. ഇപ്പം ഞങ്ങൾ അവിടെ പോയി തിരഞ്ഞിട്ട് വന്നതാണ്. ഒരു സംശയമാണ് ഇപ്പോൾ. പക്ഷെ ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലാണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ഈ തേങ്ങ അവിടെ കണ്ടു, ഇങ്ങനെ ഒരു നെല്ല് കണ്ടു എന്നാണ് പറയുന്നത്. അതാരാ പറഞ്ഞു ചോദിച്ചപ്പോൾ അവൻ കണ്ടു, ഇവൻ കണ്ടു, അവൻ കണ്ടു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരു നിശ്ചയമില്ല. പോലീസ് വലിയ സംഘം തന്നെ പോയിട്ടുണ്ട് ഉള്ളിലേക്ക്. അങ്ങനെയാണെങ്കിൽ പിടിക്കാം, അത്രയ്ക്ക് നമുക്ക് ദൂരം. പിന്നെ മലയ്ക്ക് കയറാം, ഇതിലൊരു വഴിയുണ്ട്, മലയ്ക്ക് കയറി പോവാം, അങ്ങനെ ഒരു സാധ്യതയും ഉണ്ട്. അത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ചെന്താമരയുടെ വീടിന്റെ ഭാഗത്ത് നിന്ന് പോത്തുണ്ടി ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. ആ സാധ്യതകൾ തള്ളിക്കളയാനും നാട്ടുകാർ തയ്യാറില്ല. പക്ഷേ ആരും കൃത്യമായി ചെന്താമരയെ കണ്ടിട്ടില്ല. പക്ഷേ പല സംശയങ്ങളാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഭാഗത്ത് വ്യാപകമായ ഒരു തെരച്ചിലേക്ക് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ പോയിരിക്കുന്നത്. ഇതുവരെയുള്ള തെരച്ചിലിൽ കൃത്യമായ ഒരു വിവരവും കിട്ടിയിട്ടില്ല. അതായത് ചെന്താമര കാട്ടിനുള്ളിൽ ഉള്ളതായിട്ടുള്ളൊരു സ്ഥിരീകരണവുമില്ല. പക്ഷേ ഈ ഭാഗത്ത് വളഞ്ഞുള്ള ഒരു പരിശോധന തന്നെ നാട്ടുകാരുടെ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. ബിനിൽ, അവിടെ തന്നെ തുടരുക, വിവരങ്ങൾ കിട്ടുന്നതിന് മുറയ്ക്ക് അറിയിക്കുക. എന്തായാലും ചെന്താമരയ്ക്ക് വേണ്ടി വലിയ സെർച്ച് ഓപ്പറേഷൻ അവിടെ നടക്കുകയാണ്.